അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വണ്ടി 2018 ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് ആണ്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള വൈറ്റ് കളർ വണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വാ. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വന്ന സമയത്ത് ഈ വണ്ടിൻ്റെ മുകളിൽ ഫുള്ള് പൊടിയായിരുന്നു കേട്ടോ. നല്ല പൊടി. ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് വണ്ടിയായിരുന്നു. ടയറിൻ്റെ മുകളിൽ അത്യാവശ്യം ചെളിയുന്നു കേട്ടോ. ഡ്രൈവറെ കൊണ്ട് കുറച്ച് വെള്ളം ഒഴിപ്പിച്ച് ഒന്ന് പൊടിയൊക്കെ തട്ടിയൊന്ന് എടുത്താണ്. കാരണം നിങ്ങൾ വീഡിയോ കാണിക്കുന്ന സമയത്ത് അത്യാവശ്യം വൃത്തിയിൽ കാണിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ അതിൽ ചീത്തപ്പേര് എനിക്കുണ്ടാവുമല്ലോ. നമ്മൾ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എല്ലാ സ്കാനിങ്ങും പെയിൻറ്റ് ചെക്കിങ്ങും കാര്യങ്ങളും ഓടിച്ച് നോക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങളത് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. HR26 ഗുഡ്ഗാവിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ വാഹനം സെക്കൻഡ് ഓണറാണ്. അതായത് കമ്പനിയുടെ പേരിൽ നിന്ന് ഡയറക്ടർ പേരിലേക്ക് മാറിയിട്ടുള്ള കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും പല വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ഒരു കമ്പനി ടു ഡയറക്ടർ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കമ്പനിയിൽ നിന്ന് ഡയറക്ടർ പേരിലേക്ക് മാറി എന്ന് പറയുന്നത് അത് ഉറപ്പ് വരുത്താനായിട്ട് കമ്പനിയുടെ അഡ്രസ്സും അതിനകത്തുള്ള എന്താ പറയുക അതിനകത്ത് വരെ GST സർട്ടിഫിക്കറ്റിനകത്തൊക്കെ അവരെ മാനേജർമാരെ പാർട്ണർമാരെ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് അതായത് സിംഗിൾ യൂസ് വണ്ടിയാണെന്ന് ഉറപ്പ് വരുത്തി. പോരാത്തതിന് ആദ്യത്തെ ഇതിനകത്തുണ്ടായിരുന്ന ഫോൺ നമ്പർ തന്നെയാണ് ഇപ്പോഴത്തെ ആളുടെയും ഫോൺ നമ്പർ സെയിം. അപ്പോൾ അത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ സിംഗിൾ യൂസ് വണ്ടി തന്നെയാണ് കമ്പനിയിൽ നിന്ന് ഡയറക്ടർ പേരിലേക്ക് മാറിയിട്ടുള്ളതെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള ഫുൾ ത്രൂ ഔട്ട് ടൊയോട്ട കമ്പനിയും സർവീസും ചെയ്തിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ലാത്ത നല്ലൊരു വൈറ്റ് കളർ 18 മോഡൽ ഫോർച്യൂണർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓൾറൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് സ്കാൻ ചെയ്ത സമയത്തും വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ബോഡിയുടെ മുകളിൽ നിങ്ങൾ പറയത്തക്ക വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റ് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കിലോമീറ്റർ 1,80,000 81 ആയിട്ടില്ല 1,80,000 ആണ് ഇതിൻ്റെ കിലോമീറ്റർ. അതായത് അത്രയും ഈ ഒരു വാഹനം ഓടിയിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ ഈ ഒരു ബോണറ്റ് മാത്രമാണ് റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതും പുട്ടിയ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ആക്സിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വലിയ സംഭവമായിട്ട് എടുക്കും. അങ്ങനത്തെ വലിയൊരു ആക്സിഡൻ്റ് ഒന്നുമില്ല. ചെറിയൊരു തട്ടൽ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ലിപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റീപെയിൻറ്റ് ചെയ്താണ്. അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള ഏരിയയിലൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, വേറെ പുട്ടിയ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗത്തും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ അതായത് ആക്സിഡൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കാൻ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. യെസ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട് 1.80 ഓടിയ വണ്ടിയാണ്, എന്നിട്ട് പോലും ഇത്ര നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റ് സർവീസ് ചെയ്ത് പോയിട്ടുള്ള ഒരു വാഹനമായതുകൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഇത്രയും ഓടിയ വണ്ടിയാണെങ്കിൽ പോലും കിട്ടുന്നത്. യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനലാണ്. ഞാൻ ഏതായാലും നമുക്ക് വണ്ടി കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട്, കാരണം നമുക്ക് പുറകൊന്നും ഇവിടുന്ന് കാണിക്കാൻ പറ്റില്ല, ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പുറത്ത് നല്ല വെയിലുണ്ട്. യെസ്. ഇത്ര മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഇവിടുന്ന് പെർമിഷൻ ഇല്ലാണ്ട് ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പുറകുവശത്തുനിന്ന് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഗ്ലാസ്സൊക്കെ ഒറിജിനൽ കേട്ടോ, റീപ്ലേസ്മെൻ്റ് ഇല്ല. ഡിക്കി ഡോറും ഒറിജിനൽ തന്നെയാണ്, റീപ്ലേസ്മെൻ്റ് ഇല്ല. ഈ ഒരു ഭാഗത്തൊന്നും ഡിക്കി ഒന്നും അഴിച്ചിട്ടൊന്നുമില്ല. ഒന്നും തുരുമ്പോ കാര്യങ്ങളോ റീവർക്കോ ആക്സിഡൻറ്റ് വർക്കോ ഒന്നും ഈ ഒരു ഭാഗത്തൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ മാറ്റൊക്കെ എടുത്ത് ഇവിടെ ഇട്ടിരിക്കുകയാണ്. കാരണം ഡിക്കിയൊക്കെ അഴിച്ചിട്ടുണ്ടെങ്കിൽ സ്പാനർ പിടിച്ച പാടൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ സ്പാനർ പിടിച്ച പാട് വന്നിട്ട് റീപെയിൻറ്റ് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊന്നും റീപെയിൻ്റ് അല്ല, ഇതെല്ലാം ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ഡിക്കി ഒറിജിനൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർ ഗ്ലാസ് ഒറിജിനലാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ പാനൽ ഇതൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെ കേട്ടോ. അതെല്ലാം ഞാൻ പെയിൻറ്റ് ചെക്ക്, ഞാൻ ഏതായാലും പെയിൻറ്റ് ചെക്ക് ചെയ്യുന്ന കൂടി ഡീറ്റെയിൽ ആയിട്ട് സ്പീഡിലൊന്ന് എടുത്ത് കാണിച്ചു തരാം. കാരണം ഇത് ഞാൻ കാണിക്കുന്നതുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു കിലോമീറ്റർ ഓടിയ വണ്ടിയാവുന്ന സമയത്ത് പൊതുവേ എന്താ പറയുക, എല്ലാവരും പറയാറുണ്ട് കിലോമീറ്ററൊക്കെ കൂടുതൽ ഓടിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റീപെയിൻറ്റ് ഉണ്ടാവും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു 180 ഓടിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ മുകളിൽ റീപെയിൻറ്റ് എന്ന് പറയുന്ന സംഭവം അധികം ഒന്നും കയറിയിട്ടില്ല. ആകെ ബോണറ്റ് മാത്രമാണ് റീപെയിൻറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഡിക്കി നോക്കാം. ഡിക്കി കണ്ടോ 143 മൈക്രോണ് വന്നിട്ടുള്ളത്. ഒറിജിനൽ പെയിൻ്റ് ആണ്. അപ്പോൾ എല്ലാ ഏരിയ ഈ ഒരു വെയിലത്ത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. $142 116 ജസ്റ്റ് ഓരോ പോർഷൻ മാത്രം ഇടയും കാണിച്ച് 109
115, 127. നല്ല വെയിലാണ്, ചിലപ്പം കണ്ടോ. ഇത് റീപെയിൻ്റ് ആണ്. ഏകദേശം 200, 250, 300 ആ റേഞ്ചിൽ റീഡിങ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് റീപെയിൻ്റ് ആണ്. ഈ ഒരു സൈഡിലൊക്കെ നോക്കുന്ന സമയത്ത് കണ്ടോ, ഈ ഫെൻഡർ 117 ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഫെൻഡറും ഒറിജിനൽ പെയിൻ്റ് ആണ്, റീപെയിൻ്റ് അല്ല. 123 ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണേ. 109, 125. ഞാൻ പറഞ്ഞത് ആ ബോണറ്റ് ഒഴികെ വേറെ ഒരു സംഭവം ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ റീപെയിൻ്റ് ഇല്ല. ഇത് ഞാൻ കാണിച്ചത് വേറെ ഒന്നുമല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ 1,80,000 ഡൽഹി റോഡുകളിലൂടെ ഓടിയ വണ്ടിയായിട്ട് പോലും അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു വാഹനം കിടക്കുന്നത്. അപ്പം ഓൾറൗണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടയർ വാങ്ങൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടയുള്ള ടയർ കേട്ടോ. ചെളി ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തിക്നെസ് മനസ്സിലാവില്ല. ഏകദേശം ഒരു 80% മുകളിൽ നമുക്ക് ത്രെഡ് പറയാൻ പറ്റും. 2023 ടയറാണ്. 70% എന്തായാലും ഉണ്ട്. അതുകൊണ്ട് 80% ഉണ്ട് ടയർ. 24 ടയറാണ്. ഇതും ഉണ്ട് ഒരു 70% ഒക്കെ. 24 ടയറാണ്. സ്റ്റെപ്പിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ, പുതിയ സ്റ്റെപ്പിനെയാണ്. ഏകദേശം ഒരു 95% ടയറുണ്ട്. ഈ പുറകത്തെ ഈ ഒരു ടയർ നോക്കാം, 2024 ടയറാണ്. അതും ഉണ്ട് ഒരു 70% മുകളിൽ. അപ്പോൾ എല്ലാ ടയറും അത്യാവശ്യം നല്ല കട്ടയുള്ള, അധികം പഴക്കമില്ലാത്ത ടയറുമാണ്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കിയിട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. സീറ്റ് കവറൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒറിജിനൽ കമ്പനി സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ള ആ ഒരു ബ്രൗൺ കളറിലുള്ള സീറ്റ് കവർ തന്നെയാണുള്ളത്. റീപ്ലേസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല സീറ്റ് കവറൊന്നും. വേറെ കീറലോ കാര്യങ്ങളോ ഒന്നുമില്ല. പുറകിൽ ഉണ്ടോ, ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാഷൊന്നും യാതൊരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഏതായാലും ഈ ഒരു നോർമലി ഈ ഒരു 180 ഓടിയത് കൊണ്ട് തന്നെ നമ്മളെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുന്ന കോമൺ ആയിട്ട് വരുന്ന കുറച്ച് തേയ്മാനങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ഈ ഒരു ഗിയറിൻ്റെ ഈ ഒരു പോർഷൻസ്, പക്ഷേ ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് തന്നെ അത്രയൊന്നും വരാറില്ല. അത് മാനുവൽ വാഹനത്തിന് ഇത് കൂടുതലായിരിക്കും കേട്ടോ. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗം, ഇത് പിന്നെ ഇത്രയും കിലോമീറ്റർ ഓടണമെന്നില്ല. ഈ ഫോർച്യൂണറെ സംബന്ധിച്ചും ക്രിസ്റ്റയെ സംബന്ധിച്ചും ചൂട് കൊണ്ട് ഇതിൻ്റെ കളറ് മാറാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. അധികം ഒന്നും ഓടേണ്ട ആവശ്യമില്ല. ഒരു 1 lakh ഓടിയ വണ്ടീൻ്റെ തന്നെ ഇവിടെയൊക്കെ കളറ് ഫെയ്ഡ് ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ കുറച്ചധികം ഫെയ്ഡ് ആയിട്ടുണ്ട്. അത് ഈ ഒരു കിലോമീറ്ററിൻ്റെ ഓട്ടം കൊണ്ട് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു പീസ് മാത്രമായിട്ടൊക്കെ മാറ്റാൻ പറ്റൂട്ടോ. ഡൽഹിയിൽ നിന്ന് അതിന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം നല്ല കോസ്റ്റ് വരുന്നത് മാറ്റാനായിട്ട്. ഈ ഒരു പീസ് മാത്രമായിട്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വേറെ സ്റ്റീരിയോയുടെ മുകളിലൊന്നും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ബട്ടൺസിനൊന്നും തേയ്മാനങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഓക്കെയാണ്. ഡാഷ്ബോർഡൊന്നും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും അങ്ങനെ പറയാനൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കാണുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് അങ്ങ് മറച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഒരു 80,000 കിലോമീറ്റർ ഓടിയ ആ ഒരു വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് പറയാം. പിന്നെ ഓക്കെ 18 മോഡൽ ആയതുകൊണ്ട് ഇവിടെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരും. പാഡൽ ഷിഫ്റ്റ് വരും. സ്റ്റിയറിംഗ് വീൽ സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു സൈഡത്തെ സീറ്റ് വരൽ 19 ശേഷമാണ്. ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമാണ് ലെഫ്റ്റ് സൈഡത്തെ ഈ ഒരു സീറ്റിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരിക. അപ്പോൾ ഇതിനത് ആ ഓപ്ഷൻ ഇല്ല. എൻജിൻ റൂമും കൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ സീറ്റിൻ്റെ ഒരു ചുളിവ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് സീറ്റിൻ്റെ ഒരു ചുളിവുണ്ട്. പക്ഷേ കീറലൊന്നുമില്ല കേട്ടോ. ഇവിടെ ചെറിയൊരു കീറലുണ്ട്. അല്ലാണ്ട് ഇവിടെ അങ്ങനെ കീറലും കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് യൂസ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഡോർ പാഡിൻ്റെ മുകളിൽ ബട്ടൺസിനൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഈ ബോണറ്റിൻ്റെ ഇവിടെ ഈ ഒരു ഏരിയയിലാട്ടോ ആ ഒരു വർക്ക് കണ്ടോ. ഇവിടെ ചെറിയൊരു വർക്ക് മനസ്സിലാവുന്നില്ലേ? ഈ ഒരു ചെറിയൊരു ലിപ്പിൻ്റെ ഒരു ഏരിയയിൽ ചെറിയൊരു ഡെൻറ്റിങ് വർക്ക് എടുത്തിട്ടുണ്ട്. ഉള്ളോട്ടൊന്നുമില്ല. ഒറിജിനൽ ബോണറ്റാണ്, റീപ്ലേസ്ഡ് അല്ല. അതേപോലെ തന്നെ നമ്മൾ അപ്പോൾ അവിടെ തട്ട് കിടന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇതൊന്നും റീപ്ലേസ്ഡ് അല്ല, ഒറിജിനൽ പട്ടിയാണുള്ളത്. ഈ ഭാഗങ്ങളിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പഞ്ചിങ് മാർക്കൊക്കെ അതേപോലെ തന്നെയുണ്ട്. ഇവിടെ ഒന്നും യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററിയും കുഴപ്പമില്ലാത്തൊരു ബാറ്ററി കേട്ടോ. ബാറ്ററിയുടെ ഇയർ ഏതാണെന്നുള്ളത് 2025 ഓഗസ്റ്റിലെ ബാറ്ററി കേട്ടോ അത്. പിന്നെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് നനവ് കാണുന്നത് ഇപ്പോൾ ഞാൻ ആ ഡ്രൈവറെ കൊണ്ടിട്ട് ഫുള്ളൊന്ന് തുടപ്പിച്ചാട്ടോ. എഞ്ചിൻ റൂമിലുള്ള കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടപ്പിച്ചെടുത്താണ്. വേറെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ റൂമൊക്കെ നല്ല പക്ക ക്ലീൻ ആയിട്ടുള്ള, യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ലാത്ത ഒരു എഞ്ചിൻ റൂമാണ്.
ഞാൻ അടിഭാഗത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു വല്ല ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഏതായാലും ഒന്നും നിലവിൽ ഈ ഒരു വാഹനത്തിനില്ല. അപ്പം ഓൾറൗണ്ട് ഇതാണ് വാഹനത്തിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഇനി ഏതായാലും വാഹനം നമുക്ക് ഒറിജിനൽ പൊസിഷനിലേക്ക് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നല്ല സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് തന്നെയാണ് കേട്ടോ. ഇത്ര കിലോമീറ്റർ ഓടിയതാണെങ്കിൽ പോലും അത് പിന്നെ ടൊയോട്ടയെ സംബന്ധിച്ച് നോക്കേണ്ട ഒരു ആവശ്യമില്ല. കറക്റ്റ് സർവീസ് ചെയ്ത് പോയിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ വണ്ടി കിടന്നങ്ങ് ഓടിക്കോളും. റൂഫൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റൂഫൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ നേലടിക്കുന്നതിൻ്റെ ഇതാട്ടോ, എവിടെയും അങ്ങനത്തെ വലിയൊരു ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു പില്ലറിൻ്റെ മുകളിൽ ചെറിയൊരു 2 ഡെൻ്റ് ഉണ്ട്, ചെറിയ 2 ഡെൻ്റ്. പക്ഷേ അതൊക്കെ ഇതിന് മുകളിൽ കയറിയാൽ മാത്രമേ കാണുള്ളൂ, താഴെ നിന്നൊന്നും അതൊന്നും കാണുന്നില്ല. ഗ്ലാസിൻ്റെ മുകളിൽ എവിടെയോ ഒരു ചെറിയൊരു സ്പോട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സ്പോട്ട്, വളരെ മൈനറായിട്ടുള്ളൊരു സ്പോട്ട്. ഇതാ ഇവിടെ ചെറിയൊരു സ്പോട്ടുണ്ട്. അതായത് ക്രാക്കൊന്നും ആവുന്ന സ്പോട്ടല്ല, ചെറിയൊരു സ്പോട്ടാണ്. അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാനത് ചെക്ക് ചെയ്ത സമയത്ത് കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞതാണ്. അപ്പോൾ 2018 മോഡൽ, സെക്കൻഡ് ഓണർ, 4x2 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ, 1,80,000 ത്രൂ ഔട്ട് കമ്പനി സർവീസ്, നോ റീപ്ലേസ്മെൻറ്റ്, ഗുഡ് ടയേഴ്സൊക്കെ ഉള്ള, ഇൻഷുറൻസൊക്കെ വാലിഡ് ആണ്, 2 കീയും വാഹനത്തിന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് 18 മോഡൽ ഫോർച്യൂണർ സ്വന്തമാക്കാം. 18,60,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് ഫൈനൽ റേറ്റ് ആണ്. ഇനി നമ്മൾ ഒന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. 18,60,000 ഫൈനൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 18,60,000 രൂപ അതിന് ലോ പ്രൈസിലുള്ള ഒരു റേറ്റാണ്. 18,60,000 നിങ്ങൾക്ക് 2018 മോഡലാണ് ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് വൈറ്റ് കളറ്. എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്നും കാര്യമായ വർക്കോ കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ലാത്തൊരു വാഹനം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. നമ്പർ ഡിസ്പ്ലേക്കകത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതൊരു ഇറ്റ്സ് മീ മനു. ബൈ.